ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ജെ വ്ലോഗിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് കുറച്ച് കാന്താരി കിട്ടിയിട്ടുണ്ട്. അത് അച്ചാറിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ട്. നമ്മുടെ ഇവിടെ വെള്ളക്കാന്താരിയുണ്ട്, ചുമന്ന കാന്താരിയുണ്ട്, പച്ച കാന്താരിയുണ്ട്. നമുക്കത് വെച്ച് അടിപൊളിയായിട്ട് പൂക്കളം ഉണ്ടാക്കിയിട്ട് നമുക്ക് അച്ചാറിൻ്റെ സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് കായമിട്ട് നമുക്ക് നല്ലതായിട്ട് പൊരിച്ചെടുക്കാം. പിന്നീട് കടുവിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചേക്കുന്നത് ഇടാം. അതൊരു 2-3 മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് കരിയാപ്പിലയുടെ അതിനകത്ത് ആഡ് ചെയ്യാം. അത് നല്ലതായിട്ട് ഇളക്കി വഴറ്റി കാന്താരി ഇടാം. കാന്താരി ഇട്ട ശേഷം പൊട്ടിത്തെറിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി ഒരു 5 മിനിറ്റ് അതും ഇങ്ങനെ നല്ലതായിട്ട് കൈവിടാതെ കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് വെക്കണം ഗ്യാസ്, ഒരിക്കലും കൂട്ടി വെക്കരുത്. നമ്മുടെ ദേഹത്തൊക്കെ കാന്താരി പൊട്ടിത്തെറിച്ച് കണ്ണിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. നല്ലതായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞ് നമുക്കിതിലോട്ട് ഇനി മസാലപ്പൊടികൾ ചേർക്കാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കാന്താരി നല്ലതായിട്ട് വഴന്ന് മനസ്സിലാക്കുന്നത് കാന്താരിയുടെ പച്ച കളർ പോയി കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഉലുവാപ്പൊടിക്ക് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫാക്കി വെക്കാം. ഓഫാക്കി വെച്ച് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് വിനാഗിരി ഒഴിച്ച് അടച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിനേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ.